നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി മുതുതലയിൽ നിന്നും കാരമ്പത്തൂർ സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 6 അംഗ കൊട്ടേഷൻ സംഘത്തെ പട്ടാമ്പി പോലീസ് പിടികൂടി. പ്രതികളുമായി സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പും നടത്തി. മുതുതലയിൽ വെച്ച് പരുതൂർ കാരമ്പത്തൂർ സ്വദേശിയായ റൌഫിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ കൊട്ടേഷൻ സംഘത്തെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. കാരമ്പത്തൂർ സ്വദേശിയായ റൌഫിനെ മുതുതലയിൽ നിന്നും 6 അംഗ സംഘം തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. റൌഫും കുടുംബാംഗമായ ഫൈസലും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമാണ് കാരണങ്ങൾക്ക് തുടക്കമിട്ടതെന്നാണ് പോലീസ് പറയുന്നത്. ഫൈസലിന്റെ സുഹൃത്താണ് കൊട്ടേഷൻ സംഘത്തിലെ 1-ാം പ്രതിയായ അജ്മൽ അമി. ഇയാൾക്ക് പുറമെ തൃശൂർ സ്വദേശികളായ അഷറഫ് അമാൻ, നിതിൻ, ഹിരൺ, അഖിലേഷ്, ദേവനാഥ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികളുമായി മുതുതലയിൽ എത്തി തെളിവെടുപ്പും നടത്തി. കാറിലെത്തിയ സംഘം റൌഫിനെ കത്തി കാണിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കാറിൽ നിർബന്ധിച്ച് കയറ്റുകയായിരുന്നു. നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. തുടർന്ന് റൌഫിനെ തൃശൂരിൽ സംഘം ഇറക്കി വിടുകയും ചെയ്തു. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സമീപ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് പട്ടാമ്പി CI PK പത്മരാജൻ, സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ എന്നിവരടങ്ങിയ സംഘം പ്രതികളെ പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും SI മണികണ്ഠൻ പറഞ്ഞു. മിനിഞ്ഞാന്നാണ് സംഭവം. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുതുതല എന്ന സ്ഥലത്ത് വെച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം റൌഫ് കാരമ്പത്തൂർ എന്ന ഒരാളെ 6 അംഗ സംഘം വന്ന് സ്ഥലത്ത് വീതി പരത്തിക്കൊണ്ട് വണ്ടി കയറ്റി കടത്തിക്കൊണ്ടുപോയി അവർ ആയുധം ഉപയോഗിച്ചിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് പട്ടാമ്പി പോലീസ് അന്വേഷണം ആരംഭിക്കുകയും 6 അംഗ സംഘത്തിലെ പ്രധാനികളായിട്ടുള്ള അജ്മൽ അമാൻ, നിതിൻ, ദേവാനന്ദ് തുടങ്ങിയിട്ടുള്ള 6ഓളം പേരെ പട്ടാമ്പി പോലീസ് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷൊർണൂർ DSP സാറിൻ്റെയും എല്ലാം തന്നെ സഹായത്തോടു കൂടി അറസ്റ്റ് ചെയ്തു. പട്ടാമ്പിയിലെ പാർക്കിങ്ങിനെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ കടമുടക്കി പ്രതിഷേധിച്ചു. പ്രതിഷേധ ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ടൗണിൽ പാർക്കിങ്ങിന്റെ പേരിൽ പോലീസ് സ്വീകരിക്കുന്ന നടപടികളിൽ പ്രതിഷേധിച്ചാണ് പട്ടാമ്പിയിൽ സംയുക്ത വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കടയടപ്പ് സമരം സംഘടിപ്പിച്ചത്. പ്രതിഷേധവുമായി ഇറങ്ങിയ വ്യാപാരികൾ മേലെ പട്ടാമ്പിയിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. പാർക്കിങ്ങിന്റെ പേര് പറഞ്ഞ് റോഡിലിറങ്ങി നോക്കാതെ ജീപ്പിലിരുന്ന് ഫോട്ടോ എടുക്കും. കൊള്ളയടിക്കും പോലീസേ നിങ്ങൾക്കെതിരെ ഉയരുന്നു. പൊതുജനങ്ങളെയും വ്യാപാരികളെയും ഒരുപോലെ ദ്രോഹിക്കുന്ന സമീപനമാണ് പട്ടാമ്പിയിൽ പാർക്കിങ്ങിന്റെ പേരിൽ പോലീസ് സ്വീകരിക്കുന്നതെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി. മേലെ പട്ടാമ്പിയിൽ നടന്ന ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരാണ്, അവരാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. അവർ ഞങ്ങളുടെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൽ നിന്നും ഞങ്ങൾ ആർജിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞാനും എന്റെ കുടുംബവും ജീവിക്കുന്നത് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ നാടിനൊപ്പം നിൽക്കണമെന്ന ന്യായമായിട്ടുള്ള ആ കാര്യം, ആ മഹത്തായ മാനുഷിക മൂല്യം അത് വ്യാപാരികൾ ഉയർത്തിപ്പിടിക്കുന്നു. കാരണം ഞങ്ങൾ ഈ പട്ടാമ്പിയിലെ 2000-ലധികം വരുന്ന കച്ചവടക്കാർ, ആ കച്ചവട സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന 10,000-ഓളം വരുന്ന ആളുകൾ, ഞങ്ങളുടെ കുടുംബം ജീവിക്കുന്നത് ഈ പട്ടാമ്പി ടൗണിനെ ആശ്രയിച്ചുകൊണ്ടാണ്. അപ്പോഴാണ് പുതിയ ഒരാൾ പോലീസിന്റെ മേധാവിയായി ചുമതലയെടുക്കുന്നു. എന്താണ് പോലീസിനെ കുറിച്ച് നമ്മുടെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുള്ള അഭിപ്രായം? ചില വേദികളിൽ ഞാനും നിങ്ങളും വായിച്ചില്ലേ, പത്രദൃശ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടില്ലേ, പോലീസിലും ക്രിമിനലുകളുണ്ട്. ഈ ഭരണകൂടം തന്നെ സമ്മതിക്കുന്നു പോലീസിൽ ക്രിമിനലുകളുണ്ട്. എന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പറയും, അത്തരം ക്രിമിനലുകളെ വാഴിച്ച ചരിത്രം ഈ നാട്ടിനില്ല, പട്ടാമ്പിക്കില്ല എന്ന് ഉറക്കെ ഞങ്ങൾ വിളിച്ചു പറയുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി അധ്യക്ഷനായിരുന്നു. R സന്തോഷ്, KP കമാൽ, K ബാലകൃഷ്ണൻ, K ഹമീദ്, KK ഹരിദാസ്, ശ്രീനാരായണൻ, മുസ്തഫ മുളയങ്കാവ്, MBM മുസ്തഫ, V പ്രജിത്ത്, VT അക്ബർ, KH സുബ്രഹ്മണ്യൻ, KP റസാഖ്, V മൊയ്തു ഹാജി, ഉസ്മാൻ ഉണിറ്റി, AK അഷറഫ്,
KC സുധാകരൻ തുടങ്ങി വിവിധ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. എളാപ്പ ഹോട്ടൽ വരെയുള്ളൂ. അപ്പൊ ഇത് അറിയാത്തവരാണ് ഇവിടെ ചാർജ് ചെയ്യാൻ വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ച സമയത്ത് അവരിനിയിപ്പോ അടുത്ത സംവിധാനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാർക്കിംഗ് എവിടെയാണെന്നൊക്കെ തീരുമാനിക്കാനുള്ള സംവിധാനം ഒരിക്കലും അത് അംഗീകരിച്ചു പോകാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം ഇവിടെ പാർക്കിങ്ങിന് കൃത്യമായിട്ട് വിവിധ സംഘടനകളുടെ പ്രതിനിധികളും ഓഫീസർമാരും RTO, പോലീസ്, മുനിസിപ്പൽ അധികൃതരുമായി ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച പ്രദേശങ്ങളുണ്ട്. അവിടെ തന്നെ നമ്മൾ വണ്ടികൾ പാർക്ക് ചെയ്യും, യാതൊരു തർക്കവുമില്ല. അതിന്റെ പ്രതിഷേധത്തിന്റെ ആദ്യ പടി എന്നുള്ള രീതിയിലാണ് ഈ സമരം നടത്തേണ്ടത്. ഇവിടെയല്ല എന്ന് നമുക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. നടത്തേണ്ടത് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്ക് പല പ്രയാസങ്ങളുണ്ടാവും. കാരണം പൊതുവെ ട്രാഫിക്കും പ്രശ്നങ്ങളുമാണ്. അതിന്റെ ഇടയിൽ നമ്മൾ ഒരു പ്രയാസം ഉണ്ടാക്കാൻ, അതല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് നിങ്ങളെ പേടിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഈ സംവിധാനം ഈ റോഡിന്റെ അരികിലേക്ക് മാറ്റിയത്, ഞങ്ങളുടെ മാന്യത കൊണ്ട് മാത്രമാണെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതേസമയം സമരത്തിനിടെ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നടപടിക്കെതിരെ വ്യാപാരികൾ പ്രതിഷേധവുമായി റോഡിലിറങ്ങുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥനുമായി വാക്കേറ്റവും ഉണ്ടായി. ഇത് ചെറിയ തോതിൽ സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി. പട്ടാമ്പിയിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗും രംഗത്തിറങ്ങി. അടിയന്തരമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേരണമെന്നും ലീഗ് ആവശ്യപ്പെട്ടു. പട്ടാമ്പി ടൗണിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സണും നഗരസഭാ സെക്രട്ടറിക്കും പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ ടൗണിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. റോഡ് തകർച്ചയും കാന റോഡ് തകർച്ചയും ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട്. പാർക്കിംഗുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിവേദനങ്ങളാണ് ചെയർപേഴ്സണും നഗരസഭാ സെക്രട്ടറിക്കും കൈമാറിയത്. വാഹനയാത്രക്കാർക്കും വഴിയോര യാത്രക്കാർക്കും സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. വളരെ വലിയ രീതിയിലുള്ള ഫൈൻ സംവിധാനം ഈടാക്കിക്കൊണ്ടാണ് ഇതെല്ലാം ഇന്ന് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് പട്ടാമ്പിയിലെ കൃത്യമായ പാർക്കിംഗ് ഏരിയ ഏതാണ് എന്നും നോ പാർക്കിംഗ് ഏരിയ ഏതാണ് എന്നും അത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പട്ടാമ്പിയിലെ പൊതുജനങ്ങളെ അറിയിക്കുന്ന രീതിയിൽ ഈ പറയപ്പെടുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ആ യോഗം ചേർന്നുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികളെയും അതോടൊപ്പം തന്നെ നഗരസഭ പാർലമെന്ററി പാർട്ടി ലീഡർമാരെയും ആ യോഗത്തിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആവശ്യം. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എത്രത്തോളം നീണ്ടുപോകുന്നോ അത്രത്തോളം തന്നെ ജനങ്ങളുടെ ദുരിതം വളരെ വലിയ രീതിയിൽ വലിയ പ്രയാസത്തിലേക്ക് എത്തിക്കും എന്നുള്ള വിഷയം ഇന്ന് ഞങ്ങൾ നഗരസഭാ ചെയർപേഴ്സണെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് രേഖാമൂലം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പട്ടാമ്പിയിലെ അഴുക്കുചാലുമായി ബന്ധപ്പെട്ട് നിരവധി കാലമായി നിരവധി മാസങ്ങളായി ഈ അഴുക്കുചാലിന്റെ മുകളിലുള്ള സ്ലാബുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസം അതിലൂടെ സഞ്ചരിക്കുന്ന കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും വലിയ പ്രയാസം നേരിടുകയാണ്. നേതാക്കളായ CR KP നാസർ, ഷാഹുൽ ഹമീദ്, അനസ് കൊടലൂർ, മുനീർ പാർത്തിങ്ങൽ, സെദിലി വടക്കേതിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നിവേദനങ്ങൾ നൽകിയത്. കൂറ്റനാട് വാവന്നൂരിൽ മദ്യപിച്ച് ലക്കുകെട്ട യുവാവ് ഓടിച്ച കാർ ബസ്സിലിടിച്ച് അപകടം. അപകടത്തിൽ മുമ്പുള്ള ദൃശ്യങ്ങളും ശേഷമുള്ള ദൃശ്യങ്ങളും CCTV ന്യൂസിന് ലഭിച്ചു. വൻ അപകടം തലനാരിഴയ്ക്ക് ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. ഞായറാഴ്ച രാത്രി 7:30 വാവന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപമായിരുന്നു അപകടം. കൂറ്റനാട് നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ എതിർ ദിശയിൽ നിന്നും വരികയായിരുന്ന സ്വകാര്യ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ വീടിന്റെ മതിലും പടിപ്പുരയും ഇടിച്ചു തകർത്തു. കാർ റോഡിലൂടെ തലങ്ങും വിലങ്ങും അപകടകരമായ രീതിയിൽ സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറകിൽ വരികയായിരുന്ന വാഹനയാത്രക്കാർ പകർത്തുകയും ചെയ്തു. ഈ ദൃശ്യങ്ങളും വാഹനം ബസ്സിലേക്ക് ഇടിച്ചു കയറുന്ന ദൃശ്യങ്ങളും CCTV ന്യൂസിനു ലഭിച്ചു. പെരിന്തൽമണ്ണ സ്വദേശി ആസിഫ് എന്ന യുവാവാണ് കാർ ഓടിച്ചിരുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന. കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറിയില്ലെങ്കിൽ റോഡരികിൽ നിൽക്കുകയായിരുന്ന യുവാക്കൾക്കിടയിലേക്ക് ഇടിച്ചു കയറുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇതോടെ വൻ ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. കൂടാതെ നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ വീടിന്റെ പടിപ്പുരയും മതിലും ഇടിച്ചു തകർത്ത ശേഷമാണ് നിന്നത്. സംഭവ സമയത്ത് വീടിന്റെ മുറ്റത്ത് ആളുകളില്ലാത്തതും വൻ ദുരന്തം ഒഴിവാക്കി. മദ്യപിച്ച് ലക്കുകെട്ട കാർ ഡ്രൈവർ ഓടിക്കൂടിയ നാട്ടുകാർക്ക് നേരെയും ആദ്യം തട്ടിക്കയറി. തുടർന്ന് ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കാർ ഡ്രൈവർക്കെതിരെ മദ്യപിച്ച് വാഹനമോടിച്ചതിനുൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. CCTV ന്യൂസ് തൃത്താല.
പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയിൽ തടി കയറ്റിയ ലോറി തലകീഴായി മറിഞ്ഞ അപകടം. തീരദേശപാതയിൽ പാപ്പായി ജുമാ മസ്ജിദിന് സമീപത്തെ കയറ്റത്തിലായിരുന്നു അപകടം. പട്ടാമ്പി ഭാഗത്തു നിന്ന് ആലൂരിലേക്ക് തടി കയറ്റി വന്ന ലോറിയാണ് ഞായറാഴ്ച പുലർച്ചെ 12 മണിയോടെ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. പുലർച്ചെ 12 മണിയോടെ തലകീഴായി ലോറി മറിയുകയായിരുന്നു. അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ട പ്രദേശവാസിക്ക് നിസ്സാര പരിക്കേറ്റു. റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടായി. ലോറി നീക്കം ചെയ്ത ശേഷം തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ഇരുവൃക്കകളും തകരാറിലായി അതിജീവനത്തിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ദേശമംഗലം തലശ്ശേരി ചെരുവിൽ പീടികയിൽ ഹംസ. പ്രവാസിയായിരുന്ന ഹംസയുടെ കുടുംബത്തിലെ എല്ലാവരും വൃക്കസംബന്ധമായ അസുഖബാധിതരാണ്. ഹംസയുടെ പിതാവ് മൂസ വർഷങ്ങൾക്ക് മുൻപ് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടിരുന്നു. സഹോദരനായ താഹിറിന്റെ വൃക്ക കുടുംബത്തിന്റെ മുഴുവൻ സമ്പാദ്യവും ചിലവഴിച്ച് ഒരിക്കൽ മാറ്റിവെച്ചതാണ്. ജ്യേഷ്ഠൻ അലി ക്യാൻസറിനെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. അബുദാബിയിൽ ജോലിയിൽ തുടരുമ്പോഴാണ് ഹംസയ്ക്ക് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടായത്. തുടർന്ന് നാട്ടിൽ വന്ന് പരിശോധിച്ചപ്പോഴാണ് മറ്റുള്ളവർക്കുണ്ടായ ദുർവിധി ഹംസയെയും തേടിയെത്തിയത്. എല്ലാവർക്കും കിഡ്നി സംബന്ധമായ ഒരു അസുഖം മൂലം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഉപ്പ കാലങ്ങൾക്ക് മുമ്പ് കിഡ്നി സംബന്ധമായ അസുഖം മൂലം മരണപ്പെട്ടു. മറ്റൊരു ജ്യേഷ്ഠനും ഇതേ ഒരു അസുഖം മൂലം മരണപ്പെട്ടു. മറ്റൊരു അനുജൻ്റെ കിഡ്നി കുടുംബത്തിലെല്ലാവരും കൂടെ പറഞ്ഞ പോലെ തന്നെ മാറ്റിവെക്കുകയുണ്ടായി. ഇപ്പോൾ ഹംസയും ഇതേ ഒരു അവസ്ഥയിലേക്ക് വന്നെത്തി നിൽക്കുകയാണ്. സ്വന്തമായിട്ടൊരു കിടപ്പാടവും പോലും ഇല്ലാതെ ചെറിയ 3 പെഞ്ച് കുഞ്ഞുങ്ങൾ മാത്രമായി ഒരു നിത്യതൊഴിലെടുത്ത് കുടുംബത്തിൻ്റെ ജീവിതവും ബാക്കി കാര്യങ്ങളും പുലർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഹംസയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു തീരാവേദന വന്നത്. ഹംസയുടെ മറ്റു ജ്യേഷ്ഠാനുജന്മാരും നിലവിൽ ഇതേ ഒരു അസുഖവുമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്ന ഹംസയുടെ കുടുംബം വാടക വീട്ടിലാണ് കഴിയുന്നത്. 2 വൃക്കയും തകരാറിലായ ഹംസയ്ക്ക് അടിയന്തരമായി വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 40 ലക്ഷം രൂപയോളം ചെലവ് വരും. സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഹംസയുടെ ചികിത്സയും തുടർ ചികിത്സയുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഏകദേശം 40 ലക്ഷം രൂപയോളം വരുന്ന ചികിത്സാ ചെലവിന് ഞങ്ങൾക്ക് നിലവിലാകെ 15 ലക്ഷം രൂപയോളം മാത്രമാണ് ഞങ്ങൾക്ക് ആയിട്ടുള്ളൂ. ഇനിയും ഭീമമായൊരു തുക ഞങ്ങൾക്ക് ഈ ചികിത്സയുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സുമനസ്സുകളെല്ലാവരും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു സഹായ സഹകരണങ്ങൾ ഹംസയുടെ ചികിത്സാ സഹായ സമിതിക്ക് ചെയ്തു തരണമെന്നും ഒരുപാട് ആളുകൾ ഒരുപാട് സേവനങ്ങൾ ചികിത്സകൾക്കായി മുഴുവൻ സമ്പാദ്യവും ചെലവഴിച്ച കുടുംബത്തിന് ഭാരിച്ച ചിലവുകൾ താങ്ങാനാകില്ല. ചികിത്സാ സഹായത്തിനായി MP കെ രാധാകൃഷ്ണൻ, കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സുമനസ്സുകളുടെ സഹായങ്ങളാണ് ഈ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ. CCTV ന്യൂസ് തളി. ദുരന്തമുഖത്ത് കഴിയുന്ന വയനാടിന് കൈത്താങ്ങാകാൻ വട്ടേനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളുടെ വേറിട്ട മാതൃക. സ്വാതന്ത്ര്യദിനാഘോഷത്തിനുള്ള ദേശീയ പതാകകൾ സ്വയം നിർമ്മിച്ച് വിൽപ്പന നടത്തിയാണ് കുട്ടികൾ ധനസമാഹരണം നടത്തുന്നത്. വട്ടേനാട് VHSSലെ 48 NSS കുട്ടികളാണ് വിദ്യാലയത്തിൽ വെച്ച് തന്നെ ദേശീയ പതാക നിർമ്മിച്ചത്. പതാക നിർമ്മാണത്തിന് ആവശ്യമായ നിറങ്ങളിലുള്ള തുണികളും വിദ്യാർത്ഥികൾ തന്നെയാണ് ശേഖരിച്ചത്. പിന്നീട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കൂറ്റനാടും പരിസര പ്രദേശങ്ങളിലും പതാക വിൽപ്പനയ്ക്കായി ഇറങ്ങി 50 രൂപയാണ് ഒരു പതാകയ്ക്ക് ഈടാക്കിയത്. ഇത്തരത്തിൽ ആദ്യ ദിനം തന്നെ 75 ദേശീയ പതാകകളാണ് വിറ്റുതീർത്തത്. ഇതിലൂടെ ലഭിക്കുന്ന പണം വയനാട് ഉരുൾപൊട്ടൽ ബാധിച്ച ദുരിതബാധിത പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിനായി നൽകുമെന്നും വിദ്യാർത്ഥികൾ അറിയിച്ചു. വയനാട്ടിലെ കുട്ടികൾക്ക് ഞങ്ങളെ പോലത്തെ കുട്ടികൾ കുറേ ദുരിതമുണ്ട്. അപ്പോൾ അവർക്കൊരു കൈത്താങ്ങായിട്ട് ഞങ്ങൾ നാഷണൽ ഫ്ലാഗ് വിൽക്കാൻ നടക്കുകയാണ്.
ഞങ്ങളെ സഹായിക്കപ്പോൾ ഒരുപാട് പേര് ഞങ്ങളെ നാട്ടിൽ ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിച്ച പൊടിയാണിത്. ഞങ്ങൾ കൈകൊണ്ട് നിർമ്മിച്ചതാണ്. കൂറ്റനാട് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിനായി ബസ് കാത്തു നിൽക്കുന്നതിനിടെ റോഡിൽ തളർന്നു വീണ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. കൂറ്റനാട് അൽ അമീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥി 15 വയസ്സുള്ള മുഹമ്മദ് സിയാനാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്കായിരുന്നു സംഭവം. കൂടെയുണ്ടായിരുന്ന സഹപാഠിയും അധ്യാപികയും മറ്റുള്ളവരും ചേർന്ന് ഉടൻ തന്നെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഞായറാഴ്ച മരണത്തിന് കീഴടങ്ങി. തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കറുകപ്പുത്തൂർ ഇഞ്ചിരവളപ്പിൽ ലത്തീഫ് ഫ്രിജില ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് സിയാൻ. റാഷിഫ്, മിഥിലാജ്, മുഹമ്മദ് ദിനൂസ് എന്നിവർ മക്കളാണ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.